ശ്രീകുമാർ സാർ, ഈ പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള നിലപാട് തുടക്കം മുതൽ തന്നെ ഇതിനകത്തൊരു കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം, CBI അന്വേഷിക്കണമെന്നാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതിൽ ഒരു വ്യവസായിയുടെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും ഇതിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട്, അങ്ങനെ ഒരു വലിയ മാഫിയുമായൊക്കെ ഇത് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നേരത്തെ രാഹുൽ ചോദിച്ച വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എവിടെ പോയി ഈ സ്വർണം, ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു, അത് ആര് കൊണ്ടുപോയി, ആര് കൈക്കലാക്കി, ആരൊക്കെയാണ് അതിൻ്റെ കസ്റ്റോഡിയൻസായി ഇപ്പോൾ ഉള്ളത്, ഈ കാര്യങ്ങൾക്കൊരു മറുപടി കണ്ടെത്താൻ SITയുടെ അന്വേഷണത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം, ഇങ്ങനെ പ്രതിപക്ഷം പറയുന്ന ഇത് ഇപ്പോൾ തുടക്കത്തിൽ അവർ SITയുടെ അന്വേഷണത്തെ അംഗീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു അന്വേഷണ സംഘമായി മാറിയെന്നാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തെ ആ നിലയിൽ സംശയിക്കാൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ ഈ ശബരിമലത്തെ ഈ സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യുമ്പോഴേ എനിക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് വിശ്വാസപരമായ പ്രശ്നം, രണ്ട് രാഷ്ട്രീയപരമായ പ്രശ്നം. അതിൽ വിശ്വാസപരമായ പ്രശ്നത്തിൽ വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ്. അതായത് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിലെ അവസാന വാക്ക് തന്ത്രിയാണെന്ന് CPM-ഉം കോൺഗ്രസും BJP-യും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വവും പറയാറുണ്ട് പല കാലങ്ങളിലായിട്ട് പല പ്രശ്നങ്ങളിൽ. പക്ഷേ ഇവിടെ ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി രാഷ്ട്രീയ നേതൃത്വം, അതായത് ഭരണ നേതൃത്വം, കേരളം ഭരിക്കുന്ന CPM നേതൃത്വം, ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുറ്റമല്ല, ഇത് ക്ഷേത്രം ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭവമാണെന്ന് വരുത്താൻ ശ്രമിച്ചോ എന്നൊരു ശങ്ക ഇന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ ആ അറസ്റ്റിൻ്റെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ അന്വേഷണത്തോടെ പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളത് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു സമീപനമാണ്. കാരണം ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അവിടെ തന്ത്രി അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾ UDF കൺവീനറായ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതുപോലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അതാരും അറിഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞ്. പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ച ആ നിമിഷം തന്നെ വാർത്താലേഖകർ അറിഞ്ഞു. അതിനുശേഷം ഈ തന്ത്രിയുടെ അറസ്റ്റ് നടന്നതിന് ശേഷം പിന്നീട് മന്ദഗതിയിലായി. അപ്പോൾ മന്ദഗതിയിലായപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുൻപ് ഭരിച്ച CPM-ൻ്റെ ഭരണകാലത്തുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്താത്തതെന്നൊരു ചോദ്യമായിരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന് പ്രതിപക്ഷം കണക്കാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ഉണ്ടായ ചില മെല്ലെപ്പൊക്കുണ്ട്. മെല്ലെപ്പൊക്ക് മാത്രമല്ല, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സ്വർണ്ണവാതിൽ കടത്തിയതും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ കടത്തിയതിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണ കൊടിമരം എന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് അവർ കാലിലെടുത്ത് വെച്ചു. എന്നിട്ട് ഏതോ ഒരു സഭ പറഞ്ഞിട്ടുണ്ടാകും, മറ്റേ ചെതലരിച്ച എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ചെതലരിച്ച, പൂതലിച്ച, ജീർണിച്ച എന്നുള്ളതൊക്കെ ഓരോ നാട്ടുഭാഷകളാണ്. അതിൽ കയറി പിടിച്ചിട്ട് കോണ്ടിട്ട് എങ്ങനെ ചെതലിരിക്കുന്നത് എന്നുള്ളൊരു ഭാഷ ഉണ്ടാക്കി കുറേ കൊണ്ടു നടന്നു. അതിനുശേഷം അത് അക്കാലത്തുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കുടുക്കിലേക്ക്, ചോദ്യമുനിയിലേക്ക്, അറസ്റ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ ഈ വാജിവാഹനത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അതൊക്കെ ഒരുപാട് സംസാരിച്ചാണ്. അതിനുശേഷം ഈ വാജിവാഹനം, ഈ കുതിര, അതായത് ഒരു കൊടിമരത്തിൻ്റെ മുകളിലുള്ള കുതിരയുടെ പ്രതിമ തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് റെയ്ഡ് ചെയ്തു എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നെന്ന് തന്ത്രി ആരോപിച്ചു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ രാഷ്ട്രീയ അംശം ചർച്ചയായി. ഈ രാഷ്ട്രീയ അംശം ചർച്ചയായപ്പോഴാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യവും കൂടുതൽ ചർച്ചയായത്. ആ അന്വേഷണ സംഘത്തിലെ പുതിയതായി കൂട്ടിച്ചേർത്ത ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചു, കാരണം CPM ബന്ധമുള്ളവരാണെന്ന്. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ചു എന്നുള്ളതല്ല വിഷയം, കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി തന്ത്രിക്കുള്ള ബന്ധം എന്താണ്, അത് തെളിയിക്കാൻ പറ്റിയില്ല, പിന്നെ എന്തിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം മുമ്പ് 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ
മേൽനോട്ടത്തിലുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിൽ. BJPയും പറഞ്ഞു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, പക്ഷേ അവർ കോടതി മേൽനോട്ടം പറയുന്നില്ല. UDF പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ആദ്യം പറഞ്ഞത് കോടതിയാണ്. അതായത് ഇതിന് അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്ന് കോടതി സംശയിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം ഇത് നാട്ടിലെ നമ്മുടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ മാത്രമായി വന്നപ്പോൾ ഇതിനിടയ്ക്ക് കർണാടകവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഭരണമുന്നണിയുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ചു. കർണാടകത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ ബന്ധമുണ്ട്, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോറ്റിയെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതാണ് അതിൻ്റെ രാഷ്ട്രീയ അംശം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത് കേരളത്തിലെ ഭരണ നേതൃത്വമായ CPM-ഉം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയുമാണ്. എല്ലാ കാര്യങ്ങളിലും ദേവസ്വത്തിലെ ശബരിമലയിലെ നടവരവൻ്റെ കാര്യത്തിൽ, ശബരിമലയിലെ സീസണിൽ തീർത്ഥാടകരുടെ വർദ്ധനവിൻ്റെ കാര്യത്തിലൊക്കെ അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് കാണിക്കുന്ന ദേവസ്വം മന്ത്രി ഇപ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് അതൊരു സ്വയംഭരണ സ്ഥാപനമാണെന്നാണ്. സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ പിന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ശബരിമലയിലെ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു പ്രമുഖ നേതാവിൻ്റെ പ്രതികരണം ആവശ്യമാണ്, ഒരു ഭരണാധികാരിയുടെ, അത് മുഖ്യമന്ത്രിയുടെയാണ്. ഈ SITയുടെ അന്വേഷണ സംഘത്തിൻ്റെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ ജാമ്യം കൊടുക്കാൻ 40 ദിവസം ജയിലിൽ കിടന്നു. നിരപരാധിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന സംഭവമാണ്. രണ്ട് കാര്യമാണ് നമ്മളെ ഞെട്ടിച്ചത് വിശ്വാസികളെ. ഒന്ന്, തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ വിശ്വാസികൾ ഞെട്ടി. തന്ത്രിയോ എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ വന്നു. അതേ, തന്ത്രി എന്ന രീതിയിലെന്ന് CPM വ്യാഖ്യാനിച്ചു. ഞങ്ങളുടെ ഭരണകാലത്ത് തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നവർ വ്യാഖ്യാനിച്ചു, അത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പം എന്താ അവരത് ക്രെഡിറ്റ് ആക്കാത്തത്? ഇവിടെ നമ്മുടെ സുഹൃത്ത് ജയേന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതിലത്തെ രാഷ്ട്രീയമായ തിരിച്ചടിയാണ് ജയേന്ദ്ര പ്രശ്നം. നിങ്ങൾ ഈ ഒരു നവകേരള സർവേ നടത്താൻ പോകുന്നതിൽ ഒരു നിസ്സാര അംശത്തിൽ ശതമാനം പോലും എത്തിയില്ല. എന്താ കാരണം? ഈ സർവേയുമായി ചെല്ലാൻ CPM-ലെ പ്രവർത്തകർ മടിയാകുന്നതിൻ്റെ കാരണം എന്താ? കൃത്യമായ ഉത്തരമില്ല. ഇവിടെ ജയേന്ദ്രന് കൃത്യമായ ഉത്തരം എങ്ങനെ പറയാൻ പറ്റാതിരുന്നോ അതുപോലെ കൃത്യമായ ഉത്തരം പറയാൻ പറ്റാത്ത ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകർ CPM-നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ ഗോപികൃഷ്ണൻ ഉന്നയിക്കുന്ന ഒരു മുഖ്യമായ വിഷയം, എന്തിന് തന്ത്രി അറസ്റ്റ് ചെയ്തു? ഈ വിഷയം തന്നെ കേരള സമൂഹം ചോദിക്കുകയാണ്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം മറുപടി പറയുമോ ഇല്ലേ ഉള്ള നമുക്കറിയില്ല. പക്ഷേ കോടതിയിൽ നിന്നൊരു ചോദ്യം വന്നല്ലോ. അങ്ങനെ ചോദ്യം വന്നെങ്കിൽ എന്തിന് 40 ദിവസം ജയിലിൽ കിടത്തി? എന്തുകൊണ്ട് ഈ 40 ദിവസത്തിനുള്ളിൽ തന്ത്രിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ, പ്രോസിക്യൂഷന് ആരോപണങ്ങളുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് കോടതിയിൽ സമർത്ഥിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല? അവിടെയാണ് പ്രതിപക്ഷവും UDF ഉന്നയിച്ചിട്ട് ചോദ്യം വരുന്നത്. സമ്മർദ്ദത്തിന് അടിപ്പെട്ടിട്ടാണോ തന്ത്രിയെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത്? മുൻ മന്ത്രിമാരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണോ? തന്ത്രിയിൽ ഇത് അവസാനിപ്പിക്കാം എന്ന് കരുതിയോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം തന്ത്രി അറസ്റ്റ് ചെയ്താൽ അവസാന വാക്കാണല്ലോ തന്ത്രി. അപ്പോൾ ക്ഷേത്രത്തിന്റെ അവസാന വാക്കായ തന്ത്രിയിലേക്ക് അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയാൽ അതിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.